അപ്പോൾ ഇതെൻ്റെ അനുജൻ്റെ മോളാണ് അമേല്യ. അവൾ ബെൽജിയത്തിൽ നിന്ന് വന്നാണ്. അപ്പോൾ മോളിവിടെ വന്നിട്ട് ഒത്തിരി ഫ്രൂട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പിങ് പോങ് ലോങ്ങിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാം. മോള് കട്ട് ചെയ്യും. കണ്ടോ, ഇതാണ് പിങ് പോങ്. ഈ മോളവിടെ ബെൽജിയത്തിൽ ബ്ലൂബെറി റാസ്ബെറി കഴിച്ച് ഫ്രൂട്ട്സിനോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. ഫ്രൂട്ട് ഇഷ്ടമല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു റംബൂട്ടാൻ കഴിച്ചിട്ട്? ഒത്തിരി നല്ലായിരുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞങ്ങൾ ലോങ്ങന ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? ബെൽജിയത്തിലൊന്ന് പറഞ്ഞേ, നല്ല മധുരാന്ന് ബെൽജിയം ഭാഷയില്. ജ്യൂസി ആണോ ഫ്രൂട്ട്? സ്വീറ്റ്. ഇങ്ങനെ അടത്തിയെടുക്കാം. കുരു കഴിക്കണ്ട, ഇങ്ങനെ അടത്തിയെടുക്കാം. എങ്ങനെയുണ്ട്? ബെൽജിയത്തിലെ നല്ല സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ കഴിച്ച അമേലിയ മോൾക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഈ റംബൂട്ടാൻ. കണ്ടില്ലേ, എൻ്റെ കളർ കണ്ടില്ലേ? അപ്പോൾ ഈ കളർ കണ്ടിട്ട് ഇവിടെ അടുത്ത് നമ്മുടെ ഒരു നെയ്ബർ ചോദിച്ചു, ഇത് പെയിൻ്റ് അടിച്ചതാണോ എന്ന്. അത്രയ്ക്ക് കളർഫുള്ളാണ് ഈ റംബൂട്ടാൻ. നല്ല മധുരം, നല്ല ജ്യൂസി റംബൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും മികച്ചതും രുചിയുള്ളതുമായ സ്ട്രോബെറി പഴങ്ങൾ വിളയുന്നത് ബെൽജിയത്തിലെ ഹൂക്സ്റ്റാറ്റനിലാണ്. ഒരുപക്ഷെ അവിടുത്തെ മണ്ണിൻ്റെയും കാലാവസ്ഥയും ഒക്കെ ആയിരിക്കാം അതിന് കാരണം. അപ്പോൾ ഓരോ ദേശങ്ങളിലും പഴങ്ങൾ വിളയുന്നതിന് ഓരോ ടേസ്റ്റ് ഉണ്ട്. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടിങ്ങനെ ഷെയർ ചെയ്യാനിടയായി തീർന്നു. കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുവന്ന ബ്ലൂബെറി പഴങ്ങൾ കഴിച്ചിട്ട് അതീവ രുചികരമായിരുന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ ബ്ലൂബെറിയുടെ തൈ ഉണ്ടോ, അതിനെ ഒന്ന് നട്ടു വളർത്താൻ പറ്റുമോ എന്ന്. ഞാൻ ഇതിനു മുമ്പ് ബ്ലൂബെറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിലോക്സി, എമറാൾഡ് തുടങ്ങിയ പ്ലാന്റുകളുടെ ഒക്കെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. അത് എനിക്കിവിടെ ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തത് സീസൺ കഴിഞ്ഞിട്ടാണ്. അതായത് ഫ്ലവറിങ് സീസൺ കഴിഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റാണ്. അത് ഫ്ലവർ ചെയ്തു, കായ്കളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ചൂടിൻ്റെ കാഠിന്യ നിമിത്തം ആ വർഷം നല്ല ചൂടായിരുന്നു, എല്ലാം കൊഴിഞ്ഞുപോയി. എന്നോട് പലരും ഈ ബ്ലൂബെറിയുടെ പോട്ടി മിക്സിനെ കുറിച്ചും ഇത് നടേണ്ട ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കിവിടെ അത് പൂർണ്ണ സക്സസ് ആയിട്ടില്ല ഇതുവരെ. കാരണം ഈ വർഷം ഏകദേശം അറിയാൻ പറ്റും. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഞാൻ ഇതിനുവേണ്ടി തയ്യാറാക്കിയ പോട്ടി മിക്സ് അത്ര മികച്ചതല്ല. അപ്പോൾ നമ്മൾ പുതിയ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 9ഓളം ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട്. പൈൻബർക്ക്, അതുപോലെ പിറ്റ്മോസ്, അങ്ങനെ പല കാര്യങ്ങൾ ഇത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഈ മണ്ണിൽ ഇത് വളരുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ അസിഡിക് ലവിങ് പ്ലാന്റ് ആണ് ഈ ബ്ലൂബെറി. അസിഡിക് ലവിങ് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നിറയെ മഴ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഈ അസിഡിക് ലവിങ് പ്ലാന്റുകളെല്ലാം. അതുകൊണ്ട് ഈ മഴയിൽ അല്പം അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതിന് നിറയെ കൂമ്പുകൾ വന്നിരിക്കുക. ഇതുണ്ടോ? ഇതിന് മാത്രമല്ല, ചെറിയ രീതിയിൽ അസിഡിക് ലവിങ് പ്ലാന്റുകളായ ഓറഞ്ച്, മുസംബി ഒക്കെ ഇവിടെ നിറയെ കൂമ്പുകൾ, പുതിയ ഇതുപോലത്തെ കൂമ്പുകൾ വന്നിട്ടുണ്ട്. അസിഡിക് മണ്ണ് ഇഷ്ടപ്പെടുന്ന
ഓറഞ്ച്, മുസമ്പി, മരമുന്തിരി ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ മഴക്കാലത്ത് നല്ല കൂമ്പുകൾ വരും. അപ്പോൾ ഈ മഴക്കാലത്ത് കൂമ്പ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഫംഗസ് വരും. മഴക്കാലത്താണ് ഫംഗസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സമയം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രതിരോധിക്കണം. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ കൂമ്പൊന്ന് നോക്കാം. ഇതിൻ്റെ ബാരി മാൾട്ടയാണ്, മുസമ്പിയാണ്. ഇതിൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ കണ്ടില്ലേ മുട്ടകളും ഫ്ലവറുകളും അതുപോലെ കൂമ്പുകളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കൂമ്പുകൾ വരുമ്പോൾ അത് നശിപ്പിക്കാനായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചാഴികൾ അതുപോലെ ഈ വെള്ളീച്ചയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അത് നമ്മൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനെതിരായിട്ടുള്ള പെസ്റ്റിസൈഡ് നമ്മൾ പ്രയോഗിക്കണം. ഇത് ഇന്ത്യൻ മുസ്ലിമയുടെ പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ഇത് നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലെയുള്ള ഒരു ജീവിയാണ്. ഇതിൽ വെള്ളീച്ച ഉണ്ടായിരുന്നു. വെള്ളീച്ചയും വെള്ളീച്ച വന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ കൂമ്പിലൊക്കെ ഇതുണ്ടല്ലേ, ഇത് നീരൂറ്റി കുടിച്ച് ഇതിൻ്റെ വളർച്ച മുരടിച്ചിട്ടുണ്ട് ഇലയുടെ. ഈ കൂമ്പ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ചാഴികൾ നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യണേ. ഇത് മാൻഡ്രിൻ ഓറഞ്ചാണ്. ഇതിലൊക്കെ പുതിയ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കൂമ്പുകൾ വരുന്നുണ്ടോ, നിറയെ കൂമ്പുകളാണ്. ഇതിലൊക്കെ ഇങ്ങനെ വെള്ളീച്ചയും അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ ഇതിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെതിരായിട്ടൊരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വിയറ്റ്നാം മാൾട്ടയാണ്. ഇതിലൊക്കെ മഴ പെയ്തതിന് ശേഷം കൂമ്പുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ ചാഴി അതുപോലെ പ്രത്യേക രീതിയിലുള്ള ചിത്രശലഭങ്ങളൊക്കെ വന്ന് നീരൂറ്റി കുടിക്കും. അപ്പോൾ ഇത് നമ്മൾ കവറിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. കൂമ്പ് വന്നിരിക്കുന്നതിനൊക്കെ നമുക്ക് പെഗാസസ് എന്നുള്ളൊരു പെസ്റ്റിസൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെള്ളീച്ചയ്ക്ക് നീരൂറ്റി കുടിക്കുന്ന എല്ലാ തരത്തിലുള്ള കീടങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് പെഗാസസ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. പെഗാസസ് 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ഗ്രാമും അർജൻറ്റായിട്ട് അപ്സൈറ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെഗാസസ് ഇതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മുസമ്പിയിൽ നിറയെ വെള്ളീച്ച അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ധാരാളം ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളുടെ അടിയിലാണ് നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലുള്ള ജീവികൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് നന്നായിട്ടിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മറ്റ് പ്ലാന്റുകൾക്കൊക്കെ പുതിയ കൂമ്പുകളിലേക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ബ്ലൂബെറി, ഇത് FRO 97 എന്നുള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ ഞാനിത് പുതിയ പോട്ടിമിക്സ് തയ്യാറാക്കി ഇതിലേക്ക് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സക്സസ് ആയി ഇതിൻ്റെ അകത്ത് പഴങ്ങൾ കിട്ടിയാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം ഇത് വിജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളും പ്ലാന്റ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ക്ഷമയോടെ കാത്തിരുന്നാൽ ചിലപ്പോൾ വിജയമുണ്ടാകും. കാരണം ഞാൻ 4 വർഷം മുമ്പ് ബ്ലാക്ക്ബെറിയോടുള്ള സ്നേഹം കൊണ്ട് മുള്ളുള്ളതും ഇല്ലാത്തതും ഒക്കെ നട്ട് എനിക്ക് ഒരു ഫ്രൂട്ട് പോലും കിട്ടിയില്ല. എന്നാലേ അടുത്തിടെ ട്രോപ്പിക്കൽ കായ്ക്കുന്ന ഒരു ബ്ലാക്ക്ബെറി എനിക്ക് ലഭിച്ചു. ബ്ലാക്ക്ബെറിയിൽ ഫ്ലവർ ചെയ്തു, അത് ഇവിടെ കായ്ക്കുന്നതാണ്. അപ്പോൾ എന്നുപോലെ നമ്മൾ ട്രൈ ചെയ്യുക. ഇത് സക്സസ് ആയാൽ തീർച്ചയായിട്ടും ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി. ഇതെനിക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട് പിടിച്ച ഒരവസ്ഥയിലേക്ക് കാലാവസ്ഥയുടെ പ്രതികൂലമായിരുന്നു കാരണം. അപ്പോൾ ഈ പ്രാവശ്യം അത് വിജയിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വിജയിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്ന് പ്ലാന്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നല്ല മഴയുണ്ട്. FRO 97 ബ്ലൂബെറി, ഇതാണ് പോട്ടിമിക്സ്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് പ്ലാന്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ബ്ലൂബെറി പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ വളർച്ചയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വർഷം ഫ്ലവർ ചെയ്യുവാണെങ്കിൽ, ഈ വർഷം എന്ന് പറയുമ്പോൾ ഡിസംബർ ജനുവരിയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ഇടാം. ഈ ബ്ലൂബെറി പോട്ടിമിക്സിലെ pH നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ pH വളരെ പ്രാധാന്യമുള്ളതാണ്. 4.5 to 5.5 എന്ന റേഞ്ചിൽ നിൽക്കണം. ഇതിൻ്റെ pH 5 വന്ന് നിൽക്കുകയാണ്. pH 5 വന്ന് നിൽക്കുകയാണ്. ഏകദേശം 5 അടുത്ത് നിൽക്കുകയാണ്. കണ്ടു, ഈ ഒരു pH-ലാണ് ഈ ബ്ലൂബെറി നന്നായിട്ട് വളരുകയുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റ് ഉണങ്ങിപ്പോകും. 4.5 to 5.5. ഇപ്പോൾ ഇത് ഏകദേശം 5 അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ പോട്ടിമിക്സ് ആണ്.
അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ pH നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഓൾറെഡി ഇതിന് നല്ല ഈർപ്പമുണ്ട്. ഇതിപ്പോൾ നമ്മൾ മഴവെള്ളം ശേഖരിച്ചെടുത്താണ്. ആ മഴവെള്ളത്തിൽ അല്പം അസിഡിറ്റി ഉണ്ട്, അല്പം തളിച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ ഒരാളുടെ റംബൂട്ടാൻ മുഴുവൻ അണ്ണാൻ തിന്നുവെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടിരുന്നു. അപ്പം നമ്മൾ ചെറിയ നുറുങ്ങുവിദ്യകളൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഇതുണ്ടോ, ഇത് എനിക്ക് അപ്രയം കുട്ടിച്ചേട്ടൻ പറഞ്ഞു തന്നൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ അടുത്ത് അധികം പ്ലാന്റുകളൊന്നും ഇല്ലെങ്കിൽ, അതായത് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക് പകർന്ന രീതിയിൽ 1-2 ഒക്കെ ഉള്ളെങ്കിൽ നമുക്കിതുപോലെ ചോട്ടിൽ പ്ലാസ്റ്റിക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ അണ്ണാൻ കയറില്ല. ഇത് റംബൂട്ടാൻ്റെ പ്ലാന്റാണ്, കണ്ടോ. ഇതിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അതുപോലെ അടുത്തുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അധികം പ്ലാന്റുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കെട്ടിക്കഴിഞ്ഞാൽ വളരെ നമുക്കിവിടെ കുറവ് വന്നിട്ടുണ്ട്. കൂടാതെ പാട്ട കെട്ടിയിരിക്കുകയാണ്. ഇത് വലിക്കുമ്പോൾ സൗണ്ട് കേട്ട് അണ്ണാൻ ഓടിപ്പോകുന്ന നമ്മൾ പലപ്പോഴും കണ്ടു. ഇത് കയറൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് വലിക്കുമ്പോൾ നല്ല സൗണ്ടാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ പക്ഷികളും അണ്ണാനൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാത്രിയിൽ വാവലിനെ പ്രതിരോധിക്കാൻ ഇതൊരു നല്ല മാർഗ്ഗമാണ്. പിന്നെ അത്യാവശ്യം വല കെട്ടിയൊക്കെ നമുക്ക് അണ്ണാനെ പ്രതിരോധിക്കാം. മറ്റ് പ്ലാന്റുകളൊക്കെ അടുത്ത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഇത് വലയിട്ടിരിക്കുകയാണ്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ അവർ കഴിക്കട്ടെ, അവരുടെയും കൂടെ അവകാശമാണല്ലോ. അത് വളരെ അധികമായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രകാരം ക്രമീകരിക്കുന്നത് നല്ലതാണ്.